ഒന്ന് ഏകദേശം ഒരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കാളും വോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിട്ടോ. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തോ? ഇന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ഒരു വോട്ട് ചെയ്യണതിന്റെ ഒരു ആവേശം അങ്ങോട്ട് വന്നത് കേട്ടോ. മൊത്തം തോരണങ്ങളും പേപ്പറുകളും ഒക്കെ ആയിട്ട് മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി ഓരോ പാർട്ടിക്കാർ അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ബ്ലൈൻഡ് സ്കൂളിലാണ് കേട്ടോ വോട്ട്. ഞാൻ അവിടെ അല്ല വോട്ട് ചെയ്യുന്നത്. നമ്മുടെ ചേട്ടന്റെയും എന്റെയും താലൂക്കും വില്ലേജും പഞ്ചായത്തും എല്ലാം ഒന്നാണെങ്കിലും ലിസ്റ്റിൽ പേര് വന്നപ്പോൾ എൻ്റെ വീട്ടിലെ വാർഡിലാണ് എനിക്ക് വോട്ടുള്ളത്, ചേട്ടന്റെ വീടിന്റെ വാർഡിലാണ് ചേട്ടന് വോട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ അത് ഈ കാണുന്ന വഴിയാണ് നമ്മുടെ ചേട്ടന്റെ വീട്ടിലേക്ക് പോണത്. ഈ കാണുന്ന റോഡ് നേരെ പോയാലാണ് എൻ്റെ വീട്ടിലേക്ക് പോണത്. അപ്പൊ അവിടെയാണ് എനിക്ക് വോട്ടുള്ളത് കേട്ടോ. നമ്മൾ തമ്മിൽ ഒരു സ്റ്റോപ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ കുന്നും മലയും കയറി ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചേട്ടനും എൻ്റെ അച്ഛനും എല്ലാം പഠിച്ച സ്കൂൾ കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ ചേട്ടന് വല്ലാത്ത നെസ്റ്റ് ഓടിക്കുകയാണേ. ഈ മലയിൽ കൂടെ ഓടി നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മലയല്ലായിരുന്നു, ഇവിടെ കശുവണ്ടിയുടെ കശുമാവ് അതിൻ്റെ തോട്ടമായിരുന്നു കേട്ടോ. ഈ മല നിറച്ചും കശുമാവിൻ്റെ മരങ്ങളായിരുന്നു. അപ്പം ശരിക്കും കാട് ഇരുട്ടാണ്, ഈ മല മൊത്തം ഇരുട്ടാണ്. ശരിക്കും പേടിയാവുമായിരുന്നു. അതുപോലെ തന്നെ കുറേ സീരിയലും സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്ത് നിറച്ചും വീടുകളാണ്. എൻ്റെ തറവാടൊക്കെ ഇതിൻ്റെ താഴെയായിരുന്നു. ഇതിൻ്റെ ബാക്കിലാണ് ഈ മലയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആലുവ ടൗണാണ് ശരിക്കും പറഞ്ഞാൽ താഴത്ത്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളെന്തോ വാഗമൺ ഒക്കെ നിൽക്കണ ഒരു ഫീലാണ് കേട്ടോ. സത്യത്തിൽ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. എൻ്റെ ചെറുപ്പത്തിലേക്ക് കയറിയിട്ടുള്ളതാണ്. എപ്പോഴും വരാറൊന്നുമില്ല, ചെറുപ്പത്തിലെന്തോ വന്നതാണ്. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊന്നും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ശ്രീനാരായണ ഗുരു പണ്ട് തപസ്സിരുന്നത് ഈ ഒരു മലയിലാണ്. അവിടെ ചെറിയൊരു അമ്പലമൊക്കെ പണിതിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വോട്ടിംഗ് വിശേഷങ്ങൾ. ബൈ ദ ബൈ, ഞാൻ പോവാണ്. അടുത്ത വീഡിയോയിൽ കാണാം.